എല്ലാവർക്കും നമസ്കാരം. ചക്രവാടി ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിലബസ് അനുസരിച്ച് ഏറെക്കുറെ ഫിസിക്സ്, കെമിസ്ട്രി തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജനറലായിട്ട് കുറെ ചോദ്യോത്തരങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, അടുത്ത തിങ്കളാഴ്ച മുതൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് സയൻസിന്റെയും സാമൂഹ്യ ശാസ്ത്രത്തിന്റെയും ചോദ്യോത്തരങ്ങൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓരോ ക്ലാസ് വീതം നടത്തുന്നതാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അതുകൂടിയാകുമ്പോൾ നമുക്ക് ഏറെക്കുറെ പൂർണ്ണതയിൽ എത്താൻ സാധിക്കും. നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിച്ച കുറെ കാര്യങ്ങൾ ആണ് ഇവിടെ ഒരു റിപ്പറ്റീഷൻ പോലെ, ആവർത്തനം പോലെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായി എന്ന ആമുഖത്തോടു കൂടി മുൻപ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി മനസ്സിലാക്കിയിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ക്ലാസ്സിലേക്ക് കടക്കുക. ഒന്നാമത്തെ ചോദ്യം, പരമാണുവിലെ മൗലിക കണങ്ങൾ ഏതെല്ലാം? പരമാണു എന്ന് പറഞ്ഞാൽ ആറ്റം എന്നർത്ഥം. പരമാണുവിലെ മൗലിക കണങ്ങൾ ഏവ? നമ്മൾ പഠിച്ചു. ഉത്തരം ഓപ്ഷൻ വായിക്കാം. പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ. ഖരം, ദ്രാവകം, വാതകം. ആൽഫ, ബീറ്റ, ഗാമ. 4ാമത്തെ ഓപ്ഷൻ ഇതൊന്നും അല്ല. നമുക്ക് ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ. ഒരു ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ. അതാണ് ഉത്തരം. ഇനി ഖരം, ദ്രവം, വാതകം ഇവ ദ്രവ്യത്തിന്റെ 3 അവസ്ഥകളാണ്. ദ്രവ്യത്തിന് 8 അവസ്ഥകളുണ്ട്. അതിൽ 1 ഖരം, 2 ദ്രാവകം, 3 വാതകം. 4ാമതൊരവസ്ഥയുണ്ട്. ഈ 4ാമത്തെ അവസ്ഥയെ നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കും. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. മറ്റൊന്ന് ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ, ബീറ്റ, ഗാമ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളാണ്, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളാണ്. ഇത് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ആൽഫ, ബീറ്റ, ഗാമ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹം ഒരു റേഡിയം പദാർത്ഥത്തിൽ, റേഡിയത്തിൽ നിന്നാണ് ആൽഫ, ബീറ്റ, ഗാമ ഉത്സർജിച്ചത്. അപ്പോൾ ഒരു റേഡിയത്തിന് ആൽഫ, ബീറ്റ, ഗാമ എന്നീ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ച ഈ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾക്ക് അദ്ദേഹം ആൽഫ, ബീറ്റ, ഗാമ എന്ന് പേരിട്ടു. ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള തരംഗങ്ങളും ബീറ്റ നെഗറ്റീവ് ചാർജുള്ള തരംഗങ്ങളും ആണ്. എന്നാൽ ഗാമ തരംഗങ്ങൾ ന്യൂട്രലാണ്, അവയ്ക്ക് വൈദ്യുത ചാർജ് ഇല്ല. ഇനി ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസിലുള്ള മൗലിക കണങ്ങളാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു മൂലകം ഹൈഡ്രജനുമാണ്. ഇത്രയും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എങ്കിലും ഈ ചോദ്യോത്തരം നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പോ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള മൗലിക കണങ്ങൾ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ഇനി ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ്.
ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹൈഡ്രജന്റെ അറ്റോമിക സംഖ്യ 1, അറ്റോമിക ഭാരം 1. അടുത്ത ഒരു ചോദ്യം, കത്താൻ സഹായിക്കുന്ന വാതകം. കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? കത്താൻ സഹായിക്കുന്ന വാതകം നമ്മൾ നൈട്രജൻ ഓക്സിജൻ പഠിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞതാണ്. ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകവും ഓക്സിജൻ കത്താൻ സഹായിക്കാത്ത വാതകവും. കത്താൻ സഹായിക്കുന്ന വാതകം, സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഏത് എന്നാണ് ചോദ്യം. കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം, സോഡിയം. ഇതിൽ ഉത്തരം ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജനാണ്. ഹൈഡ്രജനും ഓക്സിജനും കത്താൻ സഹായിക്കുകയും സ്വയം കത്തുകയും ചെയ്യുന്നതായതുകൊണ്ട് ഇവയുടെ ജ്വലനശീലത്തെ നിയന്ത്രിക്കുന്നത് നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ നൈട്രജൻ 78%. ഈ 78% നൈട്രജനാണ് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ജ്വലന സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകവും നൈട്രജനാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു ചോദ്യം, മുട്ടത്തോടിന്റെ പ്രധാന ഘടകം. മുട്ടത്തോടിന്റെ പ്രധാന ഘടകം. ചോദ്യം ഇതാണ്, മുട്ടത്തോടിന്റെ പ്രധാന ഘടകം ഏത്? മുട്ടത്തോടിന്റെ പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ വായിക്കാം. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം സിലിക്കേറ്റ്, കാൽസ്യം ഓക്സൈഡ്. ഇതൊന്നും അല്ല. 4 ഓപ്ഷനാണ്. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം സിലിക്കേറ്റ്, കാൽസ്യം ഓക്സൈഡ്. മുട്ടത്തോടിന്റെ പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ്. ഉത്തരം കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം പ്രകൃതിയിൽ കാർബണേറ്റുകളുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. കാൽസ്യം പ്രകൃതിയിൽ കാർബണേറ്റുകളുടെ രൂപത്തിൽ കാണപ്പെടുന്നു. ഉദാഹരണം, മുട്ടത്തോട് മാത്രമല്ല, കക്ക, ചിപ്പി, നത്തയ്ക്ക, ഒച്ച്, ആമ എന്നീ ജീവികളുടെ പുറന്തോടുകൾ കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇവയുടെ പുറന്തോടിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്ന കാൽസ്യം കാർബണേറ്റ്. ആമ, ചിപ്പി, കക്ക, ഒച്ചിന്റെ പുറന്തോട്, നത്തയ്ക്ക, ഇവയുടെ എല്ലാം പുറന്തോടുകൾ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കാൽസ്യം പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാൽസ്യം കാർബണേറ്റിന്റെ രൂപത്തിലാണ്. ഇനി കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നീറ്റ് കക്ക, കക്ക, ചിപ്പി എന്നിവയുടെ പുറന്തോടുകൾ ചൂടാക്കിയാണ് നീറ്റ് കക്ക നിർമ്മിക്കുന്നത്. അതുകൊണ്ട് നീറ്റ് കക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ് എന്നാണ്. കാൽസ്യം ഓക്സൈഡ്. ഈ കാൽസ്യം ഓക്സൈഡിൽ ജലം ചേർത്താൽ നമുക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് ചുണ്ണാമ്പ്. ചുണ്ണാമ്പ് അല്ലെങ്കിൽ കുമ്മായം എന്നും പറയും. കുമ്മായം. കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് അല്ലെങ്കിൽ കുമ്മായം. സാധാരണ മുറുക്കാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്, ചുണ്ണാമ്പാണ്. ഇനി ഈ ചുണ്ണാമ്പ് കല്ല്, ചുണ്ണാമ്പ് കല്ലുകൾ എന്ന് പറയുന്നത് വലിയ പാറകളായി കാണപ്പെടുന്നതാണ്. ഈ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ് ആണ്. ഇത് മാർബിൾ എന്ന് അറിയപ്പെടും. കാൽസ്യം കാർബണേറ്റ് മാർബിൾ എന്നറിയപ്പെടും. അപ്പോ മാർബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ചുണ്ണാമ്പ് കല്ലാണ്, അത് കാൽസ്യം കാർബണേറ്റ് ആണ്. മാർബിളുകളെല്ലാം, എല്ലാ മാർബിളുകളും കാൽസ്യം കാർബണേറ്റുകളാണ്, അത് ചുണ്ണാമ്പ് കല്ലാണ്.
കാൽസ്യം ഓക്സൈഡ് നീറ്റുകക്കയാണ്. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്. ചുണ്ണാമ്പിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. ഇത്രയും ഓർമ്മയിട്ട്. മറ്റൊരു ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോകം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോകം ഇരുമ്പ്, കാൽസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്. ഇതാണ് ഓപ്ഷൻ. ഓപ്ഷൻ ഇരുമ്പ്, കാൽസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോകം എന്ന് വെച്ചാൽ അത് കാൽസ്യമാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനുമാണ്. മറ്റൊരു ചോദ്യം, സാർവികലായകം. സാർവികലായകം. സാർവികലായകം എന്ന് പറയുന്നത് ഓപ്ഷൻ പറയുന്നു മണ്ണെണ്ണ, പെട്രോള്, ജലം, അക്വേറിയ. മണ്ണെണ്ണ, പെട്രോൾ, ജലം, അക്വേറിയ. നമുക്കറിയാം സാർവികലായകം എന്ന് പറഞ്ഞാൽ ജലം. 90% പദാർത്ഥങ്ങൾ ജലത്തിൽ ലയിക്കുന്നവയാണ്. അതുകൊണ്ടാണ് ജലത്തെ സാർവികലായകം എന്ന് പറയുന്നത്. ഈ ജലത്തിലുള്ള മറ്റൊരു വിശേഷണമുണ്ട്, നീലസ്വർണം എന്നറിയപ്പെടുന്നത്. നീലസ്വർണം എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. ഇനി ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ കൂടിച്ചേർന്നതാണ് ജലം. അപ്പൊ ജലം ഉണ്ടാവുന്നത് 2 വ്യാപ്തം ഹൈഡ്രജന്, 1 വ്യാപ്തം ഓക്സിജൻ. അപ്പൊ H2O. ഇതാണ് ജലത്തിന്റെ രാസസൂത്രം. H2O എന്ന് പറഞ്ഞാൽ 2:1. 2:1 എന്ന അനുപാതത്തിൽ, അംശബന്ധത്തിൽ കൂടിച്ചേർന്നതാണ് ജലം. ഇങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ സംയോജിച്ചാണ് ജലം ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. അപ്പൊ ഞാൻ അതൊന്നുകൂടെ പറയാം. സാർവികലായകം എന്ന് പറയുന്ന ജലമാണ്. 90% പദാർത്ഥങ്ങൾ, പ്രപഞ്ചത്തിലുള്ള 90% പദാർത്ഥങ്ങളും ജലത്തിൽ ലയിക്കുന്നു. അതുകൊണ്ടാണ് ജലത്തെ സാർവികലായകം എന്ന് പറയുന്നത്. ജലത്തിലുള്ള മറ്റൊരു വിശേഷണമാണ് നീലസ്വർണം. ജലത്തെ നീലസ്വർണം എന്നറിയപ്പെടും. ഇനി ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ കൂടിച്ചേർന്നതാണ് ജലം. അപ്പോ 2:1 എന്ന അനുപാതത്തിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ സംയോജിച്ച് ജലം ഉണ്ടാവുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ സംയോജിച്ച് ജലം ഉണ്ടാവുന്നു എന്ന് കണ്ടെത്തിയത്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ സംയോജിച്ച് ജലം ഉണ്ടാവുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയത് കാവൻഡിഷാണ്. ഇനി ഒരു ഹോഫ്മാൻ വോൾട്ടാമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിക്കാം. ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ. ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ നമ്മൾ പഠിച്ചതാണ്. ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിക്കാം. ഇനി മറ്റൊരു ചോദ്യം, സൗരസെല്ലിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മൂലകം. സൗരസെല്ലിന്റെ നിർമ്മാണത്തിൽ, സൗരസെല്ല് അല്ലെങ്കിൽ സൗര ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏത്? സൗര ബാറ്ററികൾ അല്ലെങ്കിൽ സൗരസെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം. ഓപ്ഷൻ അലുമിനിയം, സിലിക്കൺ, മെഗ്നീഷ്യം. ഇതൊന്നുമല്ല. അലുമിനിയം, സിലിക്കൺ, മെഗ്നീഷ്യം,
ഇതൊന്നും അല്ല. ഉത്തരം സിലിക്കൺ. സൗരസെല്ലിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ. ഈ സിലിക്കൺ, ജർമേനിയം എന്നിവ, സിലിക്കണും ജർമേനിയവും അർദ്ധചാലകങ്ങൾ ആയിരിക്കും. അർദ്ധചാലകം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഒരു ചാലകത്തിനും കുചാലകത്തിനും, കുചാലകം അല്ലെങ്കിൽ ഇൻസുലേറ്റർ, വൈദ്യുതി കടത്തി വിടുന്നവയും കടത്തി വിടാത്തവയും, താപത്തെ കടത്തി വിടുന്നവയും കടത്തി വിടാത്തവയും. ഇതുപോലെ സിലിക്കണും ജർമേനിയവും ശരിക്കും ഒരു അർദ്ധചാലകമാണ്. എന്ന് പറഞ്ഞാൽ ചാലകത്തിനും ഒരു കുചാലകത്തിനും ഇടനിലയിൽ സ്ഥാനമുള്ള പദാർത്ഥം. ഒരു ഇൻസുലേറ്ററിനും അതുപോലെ ചാലകത്തിനും ഇടനിലയിൽ സ്ഥാനമുള്ള, എന്ന് പറഞ്ഞാൽ ചാലകവുമാണ് എന്നാൽ ചാലകവുമല്ല, ഈ അവസ്ഥയിൽ ഉള്ള പദാർത്ഥങ്ങളെയാണ് അർദ്ധചാലകം അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അർദ്ധചാലകം അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ്. അർദ്ധചാലകം, അർദ്ധചാലകം അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. അപ്പോ ജർമേനിയവും സിലിക്കണും അർദ്ധചാലകങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ അർദ്ധചാലകങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു പൂർണ്ണ ചാലകമാക്കാം. ഒരു അർദ്ധചാലകത്തെ ചാലകമാക്കാൻ വേണ്ടി, ഒരു അർദ്ധചാലകത്തെ ഒരു പൂർണ്ണചാലകമാക്കാൻ വേണ്ടി അതിനോട് ചില പദാർത്ഥങ്ങൾ ചേർക്കാം. ഇങ്ങനെ ചേർക്കുന്ന പദാർത്ഥങ്ങളെ അപദ്രവ്യങ്ങൾ എന്ന് വിളിക്കും. അപദ്രവ്യം അഥവാ ഇംപ്യൂരിറ്റീസ് എന്ന് വിളിക്കും. അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഒരു അർദ്ധചാലകത്തിൽ അപദ്രവ്യങ്ങൾ ചേർത്ത് അതിനെ ഒരു പൂർണ്ണചാലകമാക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു അർദ്ധചാലകത്തിൽ അപദ്രവ്യങ്ങൾ ചേർത്ത് ചാലകമാക്കുന്ന പ്രവർത്തനത്തെ ഡോപ്പിംഗ് എന്നാണ് പറയുന്നത്. അതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഡോപ്പിംഗ് ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ. ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ചേർക്കുന്ന പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഡോപ്പിംഗ് നടത്താൻ വേണ്ടി ചേർക്കുന്ന അപദ്രവ്യങ്ങൾ ആഴ്സനിക് ആൻഡ് ആന്റിബഡി. ആഴ്സനിക്കും ആന്റിബഡിയും ഇതിൽ ഏതെങ്കിലും ഒരു പദാർത്ഥം അർദ്ധചാലകമായ ജർമേനിയത്തിനോടോ അല്ലെങ്കിൽ സിലിക്കണിനോടോ ചേർത്താൽ ഈ സിലിക്കണിനെയും ജർമേനിയത്തെയും നമുക്ക് ഒരു പൂർണ്ണചാലകമാക്കി മാറ്റാം. ഇങ്ങനെ ഒരു പൂർണ്ണചാലകമാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ ഡോപ്പിംഗ് എന്ന് പറയുന്നു. അപ്പൊ ഡോപ്പിംഗ് മുഖേന നമുക്ക് എന്ത് ചെയ്യാം? ഒരു അർദ്ധചാലകത്തെ പൂർണ്ണചാലകമാക്കാം. ഒരു അർദ്ധചാലകത്തെ പൂർണ്ണചാലകമാക്കുന്ന പ്രവർത്തനത്തെ ഡോപ്പിംഗ് എന്ന് പറയുന്നു. ഇങ്ങനെ ഡോപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ആഴ്സനിക് അല്ലെങ്കിൽ ആന്റിബഡി. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പദാർത്ഥം ചേർത്താൽ ഒരു അർദ്ധചാലകത്തെ പൂർണ്ണചാലകമാക്കി മാറ്റാം. അടുത്ത ഒരു ചോദ്യം, അണുഭാരം ഏറ്റവും കൂടിയ പ്രകൃതി മൂലകം. അണുഭാരം അല്ലെങ്കിൽ അറ്റോമിക് മാസ്. അണുഭാരം അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടിയ പ്രകൃതി മൂലകം. പ്രകൃതി മൂലകം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ റയറായി മാത്രം കാണപ്പെടുന്ന മൂലകം. പ്രകൃതി കാണപ്പെടുന്ന എല്ലാ മൂലകങ്ങളെ പ്രകൃതി മൂലകം എന്ന് പറയും. അണുഭാരം ഏറ്റവും കൂടിയ ആ പ്രകൃതി മൂലകം അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടിയ പ്രകൃതി മൂലകം എന്ന് പറയുന്നത് ഓപ്ഷൻ വായിക്കുന്നു: അയൺ, തോറിയം, നിക്കൽ, യുറേനിയം. അയൺ, തോറിയം, നിക്കൽ, യുറേനിയം. ഇതിൽ അണുഭാരം ഏറ്റവും കൂടിയ പ്രകൃതി മൂലകം എന്ന് ചോദിച്ചാൽ ഉത്തരം യുറേനിയം. യുറേനിയം, യുറേനിയം, തോറിയം, റേഡിയം. യുറേനിയം, തോറിയം, റേഡിയം മുതലായ ലോഹങ്ങൾ റെയർ മെറ്റൽസ് അല്ലെങ്കിൽ അപൂർവ ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. റെയർ മെറ്റൽസ് അല്ലെങ്കിൽ അപൂർവ ലോഹങ്ങൾ. ഇപ്പൊ പ്രകൃതിയിൽ കാണപ്പെടുന്ന അപൂർവ ലോഹങ്ങൾ, അപൂർവ ലോഹങ്ങൾ, അപൂർവ ലോഹങ്ങൾ അല്ലെങ്കിൽ റെയർ മെറ്റൽസ് എന്ന് വിളിക്കും. റെയർ മെറ്റൽസ്
റയർ മെറ്റൽസ് ആണ്, അപൂർവ ലോഹങ്ങളാണ് യുറേനിയം, റേഡിയം, തോറിയം മുതലായ. യുറേനിയത്തിന്റെ അയിരിന്റെ പേരാണ് പഠിച്ചതാണ് പിച്ച് ബ്ലെൻഡ്. പിച്ച് ബ്ലെൻഡ് യുറേനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരാണ്. പിച്ച് ബ്ലെൻഡ് ആണ് യുറേനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിര്. യുറേനിയത്തിന് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഐസോടോപ്പുകൾ ഉണ്ടായി. ഐസോടോപ്പുകൾ, ഉദാഹരണത്തിന് യുറേനിയത്തിന്റെ ഐസോടോപ്പ് 92U, യുറേനിയം 234, പിന്നെ 92U യുറേനിയം 235, 92U യുറേനിയം 238. ഇതെല്ലാം യുറേനിയത്തിന്റെ വ്യത്യസ്തമായ ഐസോടോപ്പുകളാണ്. ഇവിടെയെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എന്താ പറയാം, ഈ ഏറ്റവും താഴെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ അറ്റോമിക് സംഖ്യയും മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ അതിന്റെ അറ്റോമിക് ഭാരവും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരേ അറ്റോമിക സംഖ്യയും വ്യത്യസ്ത അറ്റോമിക ഭാരവുമുള്ള അറ്റോമിക് മാസമുള്ള മൂലകങ്ങളിൽ നമുക്ക് ഐസോടോപ്പുകൾ എന്ന് വിളിക്കാം. യുറേനിയത്തിന്റെ പ്രധാനപ്പെട്ട ഐസോടോപ്പുകൾ 92U 234, 35, 38 ഇവ യുറേനിയത്തിന്റെ ഐസോടോപ്പുകൾ ആയിരിക്കും. മറ്റൊരു ചോദ്യം, ശരിയായ സ്വർണം എത്ര ക്യാരറ്റാണ്? എത്ര ക്യാരറ്റാണ് ശുദ്ധമായ സ്വർണം? എത്ര ക്യാരറ്റുള്ള സ്വർണമാണ് ശുദ്ധമായ സ്വർണം? 21 ക്യാരറ്റ്, 24 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 22 ക്യാരറ്റ്. ശുദ്ധമായ സ്വർണം ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ 24 ക്യാരറ്റ്. 24 ക്യാരറ്റ് ആണ്. ഈ 24 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ അത് ശുദ്ധമായ സ്വർണത്തെ സൂചിപ്പിക്കും. ഇനി മറ്റൊരു കാര്യം, തനിശുദ്ധമായ, പൂർണ്ണമായും ശുദ്ധമായ സ്വർണത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അത് വളരെ സോഫ്റ്റ് ആണ്, നമ്മുടെ ബാർ സോപ്പ് പോലെ മൃദുവാണ്. ശുദ്ധമായ സ്വർണം, തനിശുദ്ധമായ സ്വർണം, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സ്വർണം ബാർ സോപ്പ് പോലെ വളരെ മൃദുവാണ്. അപ്പൊ ഇതിന് കാഠിന്യം കൂട്ടാൻ വേണ്ടി ഇതിൽ കോപ്പർ ചേർക്കും. അപ്പൊ സ്വർണത്തിന് ബലം കിട്ടാൻ വേണ്ടി അതിൽ ചേർക്കുന്ന പദാർത്ഥമാണ് കോപ്പർ. ഈ കോപ്പർ ചേർക്കുമ്പോൾ അത് എത്രമാത്രം കോപ്പറാണ് അതിൽ ചേർത്തിരിക്കുന്നത് എന്നതിന്റെ അളവ് സൂചിപ്പിക്കുന്നതാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 24 ക്യാരറ്റ് സ്വർണത്തിൽ സ്വർണത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ 24 ക്യാരറ്റ് സ്വർണമാണ് ഏറ്റവും ശുദ്ധമായ സ്വർണം. ഇനി മറ്റൊരു കാര്യം, അടുത്ത ചോദ്യം പറയാൻ പോകുന്നത് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോകം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോകം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോകം. വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ കത്തുന്ന ലോകം. ഓപ്ഷൻ: സൾഫർ, ഹീലിയം, ഓക്സിജൻ, സോഡിയം. സൾഫർ, ഹീലിയം, ഓക്സിജൻ, സോഡിയം. ശരി ഉത്തരം സോഡിയം. നമ്മൾ പഠിച്ചതാണ്. സോഡിയത്തെയോ പൊട്ടാസ്യത്തെയോ ജലത്തിലിട്ടാൽ ഈ സോഡിയം ജലത്തിൽ ഇളം മഞ്ഞ നിറത്തിൽ കത്തുകയും സോഡിയം ജലവുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കും. എന്ന് പറഞ്ഞാൽ സോഡിയം ജലത്തിൽ കത്തി അതിൽ നിന്ന് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു.
ആദേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറന്തള്ളപ്പെടുക, ആദേശം ചെയ്യുന്നു. അപ്പൊ ഹൈഡ്രജനെ ആദേശിക്കാൻ കഴിവുള്ള ഒരു മൂലകമാണ്, ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശിക്കാൻ കഴിവുള്ള ഒരു മൂലകമാണ് ഹൈഡ്രജൻ അല്ല ജലം. ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ കഴിവുള്ള ഒരു മൂലകമാണ് സോഡിയം. സോഡിയത്തിന് പകരം പൊട്ടാസ്യം ജലത്തിലിട്ടാൽ ഈ പൊട്ടാസ്യം ജലത്തിൽ കത്തുന്നില്ല, പകരം അതിൽ ജലത്തിൽ പൂർണ്ണമായും ഉരുകി ലയിക്കും. പൊട്ടാസ്യം ജലത്തിൽ ലയിച്ചാലും കിട്ടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോഡിയം ജലത്തിൽ ലയിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെ പൊട്ടാസ്യം ജലത്തിൽ ലയിച്ചാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നതോടൊപ്പം തന്നെ അത് ഹൈഡ്രജനെ ആദേശം ചെയ്യും. അപ്പൊ ജലത്തിൽ നിന്ന് ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ കഴിവുള്ള രണ്ട് മൂലകങ്ങളാണ് സോഡിയവും പൊട്ടാസ്യം. സോഡിയം പൊട്ടാസ്യം, സോഡിയം പൊട്ടാസ്യം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, സോഡിയം ജലത്തിൽ കത്തുന്നില്ല, അല്ല സോറി, പൊട്ടാസ്യം ജലത്തിൽ കത്തുന്നില്ല, പക്ഷെ ജലവുമായി ലയിച്ച് അതിൽ ഹൈഡ്രജനെ ആദേശം ചെയ്യും. സോഡിയം ജലത്തിൽ കത്തി സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുകയും ഹൈഡ്രജൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇനി അതിൽ വ്യത്യാസമായ മറ്റൊരു കാര്യം, PSC പരീക്ഷയ്ക്ക് പലപ്പോഴും സോഡിയം അല്ല പൊട്ടാസ്യമാണ് ജലത്തിൽ കത്തുന്നതെന്നാണ് പല ഉത്തരങ്ങളിൽ, ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പൊട്ടാസ്യം എന്നായിരിക്കും ചിലപ്പോൾ PSC ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ സോഡിയമാണ് ജലത്തിൽ കത്തുന്നത്, പൊട്ടാസ്യം കത്തുന്നില്ല. പക്ഷെ പല ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പൊട്ടാസ്യം കൊടുത്തിട്ടുണ്ട് PSC. അതുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സോഡിയമാണ് ജലത്തിൽ കത്തുന്നത്, പൊട്ടാസ്യം ജലത്തിൽ കത്തുന്നില്ല. പൊട്ടാസ്യം ജലോപരിതലത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കി അവസാനം ജലത്തിൽ ലയിച്ചു പോവുകയാണ് ചെയ്യും. പക്ഷെ സോഡിയം അങ്ങനെയല്ല, സോഡിയം ജലത്തിൽ കത്തുകയും കത്തി അത് ജലത്തിൽ ലയിക്കുകയും ചെയ്യും. അതാണ് തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയും. മറ്റൊരു ചോദ്യം, ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം. അല്ലെ, അതിനുമുമ്പ് വേറെ കാര്യം കൂടെ. വായുവിൽ തുറന്നു വച്ചിരുന്നാൽ നിറം മങ്ങിപ്പോകുന്ന ലോകമാണ് സോഡിയം. വായുവിൽ തുറന്നു വച്ചിരുന്നാൽ നിറം മങ്ങിപ്പോകുന്ന ലോകമാണ് സോഡിയം. എന്ന് പറഞ്ഞാൽ ഈ സോഡിയം വായുവുമായി പ്രവർത്തിച്ച് പുകയും, അതിന്റെ ഫലമായിട്ട് അതിന്റെ നിറം മങ്ങുന്നു. ഇനി ഈ സോഡിയത്തിന്റെ അളവ് ശരീരത്തിൽ കൂടിപ്പോയാൽ രക്തമർദ്ദം വർദ്ധിക്കും. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കറിയുപ്പ് നമ്മൾ ഉപ്പെന്ന് പറയും. സാധാരണ ഭാഷയിൽ ഉപ്പെന്നും ശാസ്ത്രഭാഷയിൽ കറിയുപ്പെന്നും അതിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നും ആണ് അറിയപ്പെടുന്നത്. അപ്പൊ ഉപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്. ഈ സോഡിയം ക്ലോറൈഡ് കടൽ ജലത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്. കടൽ ജലം വറ്റിച്ച് അതിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുക. ഈ സോഡിയം ക്ലോറൈഡ് അമിതമായി ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ, എന്ന് പറയാം, കറിയുപ്പ് ആവശ്യത്തിലധികം ശരീരത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് രക്തമർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സോഡിയം ശരീരത്തിൽ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കുന്നതിന് ഈ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ലവണങ്ങൾ സഹായിക്കും. അതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഈ സോഡിയം സാധാരണ വായുവിലോ ജലത്തിൽ കത്തുമെന്ന് നേരത്തെ പറഞ്ഞു. ജലവുമായി വളരെയധികം കെമിക്കൽ എഫിനിറ്റി, രാസ ആസക്തി ഉള്ള ഒരു മൂലകങ്ങളിൽ ഒന്നാണ് സോഡിയം. അപ്പൊ ജലത്തിൽ എന്തായാലും സോഡിയം സൂക്ഷിക്കാൻ പറ്റില്ല. ഇനി വായുവിൽ സൂക്ഷിക്കാനോ, വായുവിൽ സൂക്ഷിച്ചാൽ വായുവിലുള്ള ഈർപ്പവുമായി സംയോജിച്ച് അത് പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഈ രണ്ടവസരങ്ങളിലും സോഡിയത്തെ സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സോഡിയം പൊട്ടാസ്യം സാധാരണ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്.
സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു. അപ്പൊ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ എന്ന് വെച്ചാൽ സോഡിയവും പൊട്ടാസ്യവും. എന്തുകൊണ്ട് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു? ജലത്തിലും വായുവിലും ഇവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. വായുവിലായാലും ജലത്തിലായാലും സോഡിയവും പൊട്ടാസ്യവും രാസപ്രവർത്തനത്തിന് വിധേയമാവുന്നു എന്ന കാരണത്താൽ സോഡിയത്തെയും പൊട്ടാസ്യത്തെയും മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അത്രയും ഓർമ്മയിരിക്കും. അപ്പൊ വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോകം സോഡിയം, പുകയുന്ന ലോകം അല്ലെങ്കിൽ ലയിക്കുന്ന ലോകം പൊട്ടാസ്യം. സോഡിയം ജലത്തിൽ കത്തുന്നു, കത്തുമ്പോൾ ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. പൊട്ടാസ്യം ജലത്തിൽ പുകഞ്ഞ് അത് ലയിക്കുകയും ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന പദാർത്ഥം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ജലവുമായി പ്രവർത്തിച്ചാൽ കിട്ടുന്ന പദാർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ഇനി വായുവിൽ തുറന്നു വെച്ചാൽ നിറം മങ്ങുന്ന ലോഹങ്ങളിൽ പ്രധാനമാണ് സോഡിയവും പൊട്ടാസ്യവും. അതിൽ പ്രധാനമായും സോഡിയം. ഇനി മനുഷ്യ ശരീരത്തിന്റെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സോഡിയം ലവണങ്ങൾ ഉപയോഗിക്കുന്നു. ആ സോഡിയം ലവണങ്ങൾ മനുഷ്യ ശരീരത്തിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇനി സോഡിയവും പൊട്ടാസ്യവും നേരത്തെ പറഞ്ഞ പോലെ വളരെ മൃദുവായ രണ്ട് ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. സോഡിയം ക്ലോറൈഡ് അത് ഉപ്പിന്റെ രാസനാമം, കറിയുപ്പിന്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. സമുദ്രജലത്തിൽ കൂടുതൽ സോഡിയം ക്ലോറൈഡ് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് സമുദ്രജലം വറ്റിച്ച് സോഡിയം ക്ലോറൈഡ് ഉത്പാദിപ്പിക്കാം. ഇനി സോഡിയവും പൊട്ടാസ്യവും ജലത്തിലോ വായുവിലോ സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം അത് രാസാസക്തി കൂടുതലുള്ള രണ്ട് മൂലകങ്ങളാണ്. അതുകൊണ്ട് ഇവയെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു. സോഡിയത്തെയും പൊട്ടാസ്യത്തെയും കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായി അറിഞ്ഞിരിക്കണം. ഈ സോഡിയവും പൊട്ടാസ്യവും രാസവളങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യും. സോഡിയം പൊട്ടാസ്യവും രാസവളങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഇടയാക്കുന്നത്. അപ്പോൾ ചില കൃഷിസ്ഥലങ്ങളിൽ പൊട്ടാസ്യം, നമ്മുടെ സാധാരണ ചാമ്പൽ എന്ന് പറയുന്ന ചാരത്തിൽ ഏറ്റവും കൂടുതലുള്ള പൊട്ടാസ്യമാണ്. സസ്യ വളർച്ചയ്ക്ക് പൊട്ടാസ്യം അത്യാവശ്യമാണ്. അതുപോലെ മറ്റൊന്നാണ് സോഡിയം. മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ പലപ്പോഴും രാസവളങ്ങളിൽ ഈ സോഡിയം ഉപയോഗിക്കാറ്. ഇത്രയും കാര്യങ്ങൾ സോഡിയത്തെയും പൊട്ടാസ്യത്തെയും കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊരു ചോദ്യം, ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം. ചുണ്ണാമ്പ് വെള്ളം, ചുണ്ണാമ്പ് ജലത്തിൽ ലയിപ്പിച്ചാൽ കിട്ടുന്ന ലായനിയാണ് ചുണ്ണാമ്പ് വെള്ളം. ഇത് നമുക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വിളിക്കും. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് പേര് കേൾക്കുമ്പോഴറിയാം. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ആലം ഇതൊന്നുമല്ല. സോഡിയം ഹൈഡ്രോക്സൈഡ്, മറ്റൊന്ന് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ആലം ഇതൊന്നുമല്ല. ഇതാണ് ഓപ്ഷൻ. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം നമ്മൾ നേരത്തെ പഠിച്ചു. ചുണ്ണാമ്പ് ജലത്തിൽ ലയിപ്പിച്ചാൽ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാൽ കിട്ടുന്ന പദാർത്ഥമാണ് ചുണ്ണാമ്പ് വെള്ളം. അതുകൊണ്ട് അതിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ഈ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകും. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കി തെളിയാൻ വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിന് മീതെയുള്ള വെള്ളം മാറ്റിയെടുക്കുക. ഈ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. പക്ഷെ ഇതിലൂടെ നമ്മൾ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുക. കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുമ്പോൾ അത് പാൽ നിറമാകും. അതിന് കാരണം എന്ന് പറയുന്നത് കാർബണേറ്റ് ഉണ്ട്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ലേയ വസ്തു, കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിച്ച് അതിനെ പാൽ നിറമാക്കുന്നു. പാൽ നിറം. എന്നാൽ ഇതിൽ കൂടി പാൽ നിറമായ ഈ ലൈനിൽ കൂടി
തുടർച്ചയായി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടുകൊണ്ടിരിക്കുക. ആദ്യമുണ്ടായ കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ബൈകാർബണേറ്റ് ആയി മാറുകയും അത് ജലത്തിൽ അലേയമാവുകയും ചെയ്യുന്നത് കൊണ്ട് ലായനി വീണ്ടും തെളിയും. അപ്പൊ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവുകയും ഇത് ഈ ലായനിയിൽ ലയിക്കുകയും അതിനാൽ അത് പാൽ നിറമായി തീരുകയും ചെയ്യും. തുടർച്ചയായി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ഈ കാൽസ്യം ബൈകാർബണേറ്റ് ആയി മാറും. കാൽസ്യം ബൈകാർബണേറ്റ് ആയി മാറുകയും അതിന്റെ ഫലമായി ലായനി തെളിയുകയും ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്ന രാസപ്രവർത്തനം. പറഞ്ഞു വന്നത് കാൽസ്യം ബൈകാർബണേറ്റ് ആയി മാറുകയും ലായനി തെളിയുകയും ചെയ്യും. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഈ ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാവുന്ന വാതകം. ചുണ്ണാമ്പ് കല്ല് ചൂടാക്കിയാൽ, ചുണ്ണാമ്പ് കല്ലെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചു കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല് ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏത്? ചുണ്ണാമ്പ് കല്ലിനെ ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാവുന്ന വാതകം ഏത്? ഓപ്ഷൻ: ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, കാർബൺ. ഒട്ടും ആലോചിക്കാതെ ഉത്തരമുണ്ട്. ചുണ്ണാമ്പ് കല്ല് ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വാതകം, സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഉച്ഛ്വാസ വായുവിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരു പ്രധാന വാതകമാണ്. കൂടാതെ പച്ചവെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ച് കിട്ടുന്ന ലായനിയാണ് സോഡാ വാട്ടർ. അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് കാർബോണിക് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാൽ കിട്ടുന്ന പദാർത്ഥമാണ് കാർബോണിക് ആസിഡ്. എല്ലാം നമ്മൾ പഠിച്ചതാണ്. കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡ് ഒരു ദാഹശമനിയാണ്. ദാഹം അവസാനിപ്പിക്കാൻ കാർബോണിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കാർബോണിക് ആസിഡ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശുദ്ധജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ട് കാർബോണിക് ആസിഡ് ഉത്പാദിപ്പിക്കാം. ഈ കാർബോണിക് ആസിഡ് നല്ല ഒരു ദാഹശമനിയാണ്. അപ്പോ പറഞ്ഞു വന്നത്, ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. മറ്റൊന്ന്, ചുണ്ണാമ്പ് വെള്ളത്തിന്റെ മറ്റൊരു പ്രത്യേകത, കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിലൂടെ കടത്തിവിട്ട് സോഡാ വാട്ടർ അല്ലെങ്കിൽ കാർബോണിക് ആസിഡ് നിർമ്മിക്കാം. പ്രധാനപ്പെട്ട ഒരു ദാഹശമനിയാണ് കാർബോണിക് ആസിഡ്. മറ്റൊരു ചോദ്യം, തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന ഒരു ലോകം, പച്ചവെള്ളത്തിൽ സൂക്ഷിക്കുന്ന ലോകം എന്ന് ചോദിച്ചാൽ ഫോസ്ഫറസ്, മാംഗനീസ്, മഗ്നീഷ്യം ഇതൊന്നുമല്ല. ഉത്തരം ഫോസ്ഫറസ്. ഫോസ്ഫറസിനെ പച്ചവെള്ളത്തിലേ സൂക്ഷിക്കാൻ പറ്റൂ. വായുവിൽ സൂക്ഷിച്ചാൽ
വായുവുമായി സമ്പർക്കത്തിലാവുകയും രാസപ്രവർത്തനം നടക്കുകയും ഫോസ്ഫറസ് കത്തുകയും ചെയ്യും. അതുകൊണ്ട് ഫോസ്ഫറസിനെ എപ്പോഴും വെള്ളത്തിലാണ് സൂക്ഷിക്കുന്നത്. വായുവിൽ ഇത് സ്വയം കത്തുന്നു. വായുവിൽ സ്വയം കത്തുന്ന വാതകമാണ് ഫോസ്ഫറസ്. അതുകൊണ്ട് ഇവയെ ജലത്തിൽ സൂക്ഷിക്കുന്നു. വെളുത്തുള്ളിയുടെ ഗന്ധമാണ് ഇവയ്ക്കുള്ളത്. ഫോസ്ഫറസിന്റെ ഗന്ധം വെളുത്തുള്ളിയുടെ ഗന്ധം. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഒരു വാതകമാണ് ഫോസ്ഫറസ്. മറ്റൊരു ചോദ്യം. നമുക്ക് ആറ്റങ്ങൾ കൂടാതെ മൂലകങ്ങൾ കൂടാതെ സംയുക്തങ്ങളെന്നും മിശ്രിതങ്ങളെന്നും രണ്ട് പദാർത്ഥങ്ങളുണ്ട്. ചിലത് സംയുക്തങ്ങളാണ്, ചിലത് മിശ്രിതങ്ങളാണ്. അത് പിന്നീട് പറയാം. കാറ്റിന്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതി. കാറ്റിന്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതിയുണ്ട്. ഉദാഹരണം, നെല്ലും പതിരും. സാധാരണ കൊയ്തു കൊണ്ടുവരുന്ന നെല്ലിൽ നെന്മണി കൂടാതെ പതിരുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല നെല്ലിൽ നിന്ന് നെന്മണിയിൽ നിന്ന് പതിര് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാറ്റിന്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതി. ഒന്ന്, വാറ്റൽ. വാറ്റൽ എന്ന് പറഞ്ഞാൽ വാറ്റിയെടുക്കൽ എന്ന് പറഞ്ഞാൽ ലായനിയെ തിളപ്പിച്ച് നീരാവിയെ ഒരു പ്രതലത്തിൽ തട്ടിച്ച് തണുപ്പിച്ച് ദ്രാവകമാക്കി മാറ്റുന്ന രീതിയാണ് വാറ്റൽ അല്ലെങ്കിൽ ബാഷ്പീകരിക്കൽ, വാറ്റിയെടുക്കൽ. രണ്ട്, അരിക്കൽ. വസ്തുക്കളെ അരിച്ചു വേർതിരിക്കുക. വലിയ തരികളും ചെറിയ തരികളും ഉണ്ടെങ്കിൽ അവയെ ഒരു അരിപ്പയുടെ സഹായത്തോട് നമുക്ക് അരിച്ചു വേർതിരിക്കാൻ സാധിക്കും. മൂന്നാമത്തേത് വിന്നോവിങ്. വിന്നോവിങ്. നാലാമത്തേത് ഇതൊന്നും അല്ല. ഉത്തരം, കാറ്റിന്റെ സഹായത്തോടു കൂടി മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വിന്നോവിങ്. 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 എന്താണ് വിന്നോവിങ്? സാധാരണ നമ്മൾ നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കാൻ പാറ്റിക്കളയാണ്, ചേറ്റിക്കളയുക. ഇതിന് പകരം കൊയ്തുകൊണ്ട് കൂട്ടിയിരിക്കുന്ന നെല്ലിലെ പതിര് മുഴുവൻ മാറ്റിക്കളയാനുള്ള എളുപ്പമാർഗം ഉയർന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ നെല്ല് താഴേക്ക് സാവധാനം ഇടുക. ഇട്ട് കഴിയുമ്പോൾ കാറ്റിന്റെ സഹായത്തോടു കൂടി പതിരുകൾ ഒരു സ്ഥലത്തും നല്ല നെന്മണികൾ മറ്റൊരു സ്ഥലത്തുമായി വേർതിരിഞ്ഞു വീഴും. ഈ സമ്പ്രദായത്തെയാണ് വിന്നോവിങ് എന്ന് പറയുന്നത്. അപ്പൊ കാറ്റിന്റെ സഹായത്തോടു കൂടി മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് വിന്നോവിങ്. കാറ്റിന്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വിന്നോവിങ്. അപ്പൊ പല രീതിയിലാണ്. അപ്പോ കരിപ്പൊടിയും അരിയും ചേർന്ന ഒരു മിശ്രിതം ഉണ്ടെങ്കിൽ ആ മിശ്രിതത്തെ നമുക്ക് എങ്ങനെ വേർതിരിക്കാം? അത് നമ്മൾ വെള്ളത്തിലിടാം. അരി വെള്ളത്തിന് അടിയിൽ നിൽക്കുകയും കരിപ്പൊടി വെള്ളത്തിന് മുകളിൽ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് മിശ്രിതങ്ങൾ വേർതിരിക്കാം. പഞ്ചസാരത്തരിയും മണൽത്തരിയും ചേർന്നാൽ ആ മിശ്രിതത്തെ എങ്ങനെ വേർതിരിക്കുന്നു വെച്ചാൽ, ഇതിനെ ജലത്തിൽ ലയിപ്പിക്കുക. പഞ്ചസാര ജലത്തിൽ ലയിച്ചു പോവുകയും അതുപോലെ മണൽ വേർതിരിയുകയും ചെയ്യും. ഇങ്ങനെ പല രീതികളിൽ മിശ്രിതങ്ങളുടെ ഘടകങ്ങൾ വേർതിരിക്കും. ചില ഘടകങ്ങൾ വേർതിരിക്കാൻ ബാഷ്പീകരണം ഉപയോഗിക്കും. ബാഷ്പീകരിച്ച ഘടകങ്ങളെ വേർതിരിക്കാൻ സാധിക്കും. അപ്പൊ കാറ്റിന്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വിന്നോവിങ്. മറ്റൊരു ചോദ്യം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോകം ഏത്? മനുഷ്യർ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ലോകം. മനുഷ്യർ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ലോകം ഏത്? ഓപ്ഷൻ: ചെമ്പ്, ഇരുമ്പ്, സ്വർണം, അലുമിനിയം.
ചെമ്പ്, ഇരുമ്പ്, സ്വർണം, അലുമിനിയം. ഉത്തരം ഇരുമ്പ്. മനുഷ്യർ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം ഇരുമ്പാണ്. രണ്ട് തരം ഇരുമ്പാണ്. രണ്ട് തരം ഇരുമ്പുകളുണ്ട്. പച്ചിരുമ്പും വാർപ്പിരുമ്പും. പച്ചിരുമ്പും വാർപ്പിരുമ്പും. റോട്ടയൻ ആൻഡ് കാസ്റ്റയൻ. ഇങ്ങനെ പറയും. പച്ചിരുമ്പും വാർപ്പിരുമ്പും രണ്ട് തരം ഇരുമ്പുകളുണ്ട്. ഈ ഇരുമ്പുകളിൽ നിന്നാണ് ഉരുക്ക് വേർതിരിക്കുന്നത്, സ്റ്റീൽ വേർതിരിക്കുന്നത്. ഇരുമ്പിനോട് ആവശ്യമുള്ളത്ര കാർബൺ കൂട്ടിച്ചേർക്കുകയോ ഇരുമ്പിൽ കലർന്നിരിക്കുന്ന അമിതമായ കാർബൺ ഇരുമ്പിൽ നിന്ന് നീക്കം ചെയ്തോ ആണ് ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീൽ നിർമ്മിക്കുന്നത്. അപ്പോ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ലോകം ഇരുമ്പാണ്. ഇരുമ്പിന്റെ രണ്ടായി തിരിക്കും. കാസ്റ്റൈൻ ആൻഡ് റോട്ടയൻ. പച്ചിരുമ്പും വാർപ്പിരുമ്പും. മറ്റൊരു കാര്യം പറഞ്ഞത്, ഇരുമ്പ് ഉരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ആവശ്യമായ അളവിൽ കാർബൺ ഇരുമ്പിനോട് ചേർക്കുകയോ ഇരുമ്പിൽ അമിതമായി അടങ്ങിയിരിക്കുന്ന കാർബൺ ഇരുമ്പിൽ നിന്ന് നീക്കം ചെയ്തോ ശുദ്ധമായ ഉരുക്ക് നിർമ്മിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇരുമ്പിൽ കാർബണിന്റെ അളവ് മിതപ്പെടുത്തിയാണ് ഉരുക്ക് നിർമ്മിക്കുന്നത്. അപ്പൊ അത് ഓർമ്മയില്ല. ഇനി മറ്റൊരു കാര്യം, ഇരുമ്പിൻ്റെ ശുദ്ധമായ രൂപം റോട്ടയൻ. രണ്ട് രൂപങ്ങളുണ്ട്, റോട്ടയനും കാസ്റ്റയനും. പച്ചിരുമ്പും വാർപ്പിരുമ്പും. ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര്. ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് ബെസീമർ പ്രക്രിയ. ബെസീമർ പ്രക്രിയ മുഖേനയാണ് വൻതോതിൽ ഉരുക്ക് നിർമ്മിക്കുന്നത്. വൻതോതിൽ ഉരുക്ക് അഥവാ വ്യാവസായികമായി ഉരുക്ക് വൻതോതിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ബെസീമർ പ്രക്രിയ. അപ്പോൾ ഇരുമ്പിൽ നിന്ന് കൂടുതലുള്ള കാർബൺ നീക്കം ചെയ്തു. ഇരുമ്പിൽ കാർബണിൻ്റെ അളവ് കുറവാണെങ്കിൽ കൂടുതൽ കാർബൺ കൂട്ടിച്ചേർത്തുമാണ് വ്യാവസായികമായി ഉരുക്ക് നിർമ്മിക്കുന്നത്. അപ്പോൾ വ്യാവസായികമായി വൻതോതിൽ ഉരുക്ക് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ബെസീമർ പ്രക്രിയ. ഇനി ഒരു കാര്യം, ഈർപ്പത്തിൻ്റെ സാന്നിധ്യത്തിലോ ലവണങ്ങളുടെ സാന്നിധ്യത്തിലോ ഇരുമ്പ് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. തുരുമ്പല്ലെങ്കിൽ അറസ്റ്റ്, തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതിനുള്ള പ്രധാന കാരണം ഒന്ന് ഈർപ്പത്തിൻ്റെ സാന്നിധ്യം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലവണത്തിൻ്റെ, ഇപ്പോൾ സോഡിയം ക്ലോറിൻ്റെ സാന്നിധ്യം ഇരുമ്പിൻ്റെ തുരുമ്പ് പിടിക്കൽ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തും, വേഗത്തിലാക്കും. ഇങ്ങനെ ഒരു ലോകം തുരുമ്പ് പിടിച്ചോ ക്ലാവ് പിടിച്ചോ നശിക്കുന്ന പ്രവർത്തനത്തെയാണ് ലോകനാശനം എന്ന് വിളിക്കുക. ലോകനാശനം. അപ്പോൾ ഇരുമ്പിൽ തുരുമ്പ് പിടിച്ചാൽ ഇരുമ്പിൻ്റെ ഭാരം കൂടും. തുരുമ്പ് പിടിക്കുന്ന ഇരുമ്പിൻ്റെ ഭാരം കൂടും. ഇങ്ങനെ ഇരുമ്പിൽ പറ്റിപ്പിടിക്കുന്ന തുരുമ്പിൻ്റെ രാസനാമം, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്നാണ്. തുരുമ്പിൻ്റെ രാസനാമം പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഓർമ്മിച്ചിരിക്കണം.
തുരുമ്പിൻ്റെ രാസനാമം. തുരുമ്പിൻ്റെ രാസനാമം ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഈ ഫെറിക് ഓക്സൈഡിന് പകരം അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാലും മതിയാവും. അയൺ ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, ഇതാണ് തുരുമ്പിൻ്റെ രാസനാമം. അതിന് നമ്മൾ രാസസൂത്രമായി എഴുതുന്നത് Fe2O3 3H2O. ഇതാണ് തുരുമ്പിൻ്റെ രാസസൂത്രം. Fe2O3 3H2O, Fe2O3 3H2O. ഇതാണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിൻ്റെ രാസസൂത്രം. അപ്പോൾ തുരുമ്പിൻ്റെ രാസനാമം ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. തുരുമ്പിൻ്റെ രാസസൂത്രം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിൻ്റെ രാസസൂത്രം Fe2O3 3H2O. അപ്പോൾ തുരുമ്പിൻ്റെ രാസനാമം എന്തെന്ന് ചോദിച്ചാൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. ഇത്രയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ്. 2 തരം ഇരുമ്പുണ്ട്, റാട്ട് അയൺ ആൻഡ് കാസ്റ്റ് അയൺ. ഇരുമ്പിൽ നിന്നാണ് ഉരുക്ക് നിർമ്മിക്കുന്നത്. ഇരുമ്പിൽ നിന്ന് ഉരുക്ക് നിർമ്മിക്കും. ഉരുക്ക് വ്യാവസായികമായി വൻതോതിൽ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ബെസീമർ പ്രക്രിയ. ഇനി ഇരുമ്പിൽ നിന്ന് എങ്ങനെ ഉരുക്ക് നിർമ്മിക്കും എന്ന് ചോദിച്ചാൽ, ഇരുമ്പിൽ ആവശ്യത്തിൽ അധികമുള്ള കാർബൺ നീക്കം ചെയ്തോ ആവശ്യാനുസരണം കാർബൺ ഇരുമ്പിൽ കൂട്ടിച്ചേർത്തുമാണ് വ്യാവസായികമായി സ്റ്റീൽ നിർമ്മിക്കുന്നത്. ഇനി തുരുമ്പ് പിടിക്കുമ്പോൾ ഇരുമ്പിൻ്റെ ഭാരം വർദ്ധിക്കുന്നു. അങ്ങനെ തുരുമ്പിൻ്റെ രാസനാമം ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡാണ്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിൻ്റെ അഥവാ തുരുമ്പിൻ്റെ രാസസൂത്രം Fe2O3 3H2O എന്നാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഏതെങ്കിലും ലവണങ്ങളുടെയോ ഈർപ്പത്തിൻ്റെയോ ജലത്തിൻ്റെയോ സഹായം മുഖേനയാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതിന് ഈർപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും സോഡിയം ക്ലോറൈഡ് പോലുള്ള പദാർത്ഥങ്ങൾ തുരുമ്പ് പിടിക്കലിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നു, ത്വരിതപ്പെടുത്തുന്നു. ഇങ്ങനെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഭാരം വർദ്ധിക്കുന്നു. തുരുമ്പ് പിടിക്കൽ ഒരു ലോകനാശന പ്രവർത്തനമാണ്. തുരുമ്പ് പിടിക്കൽ ഒരു ലോകനാശന പ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ ലോകനാശന പ്രവർത്തനം തടയുന്നതിന് വേണ്ടി പെയിൻറ്, വാർണിഷ് മുതലായവ ഇരുമ്പിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ജനൽ കമ്പികളിലും ഗ്രില്ലുകളിലുമൊക്കെ പെയിൻറ് തേക്കുക അല്ലെങ്കിൽ വാർണിഷ് തേക്കുക എന്ന് പറഞ്ഞാൽ ഈ കമ്പി തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി, ഇരുമ്പ് കമ്പികൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിങ് മുഖേന ലോകനാശനത്തിൽ ചേർക്കാൻ പറ്റും. വാർണിഷ് തേച്ചും ലോകനാശനത്തിൽ ചേർക്കാൻ സാധിക്കും. മറ്റു പല സാങ്കേതിക രീതികളുണ്ട്, അത് പിന്നാലെ പറയും. അപ്പോൾ ഇത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. മറ്റൊരു ചോദ്യം, പ്രോട്ടീനിൽ അല്ല, അതിനിടയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ബ്ലാസ്റ്റ് ഫർണസ് എന്ന പ്രത്യേകതരം ഫർണസുകൾ ഉപയോഗിച്ച്, ബ്ലാസ്റ്റ് ഫർണസുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക തരം ചൂളകൾ അല്ലെങ്കിൽ ഫർണസുകൾ, ചൂളകൾ, ബ്ലാസ്റ്റ് ഫർണസ് എന്ന പ്രത്യേകതരം ചൂളകൾ ഉപയോഗിച്ചാണ് ഇരുമ്പ് നിർമ്മിക്കുന്നത്.
അപ്പോൾ ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചൂളകളെ ബ്ലാസ്റ്റ് ഫർണസുകൾ എന്ന് പറയും. ബ്ലാസ്റ്റ് ഫർണസുകൾ ഉപയോഗിച്ച് ഇരുമ്പ് നിർമ്മിക്കാം. ഇനി മറ്റൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രോട്ടീനിൽ കാണപ്പെടുന്ന മൂലകം, പ്രോട്ടീനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? പ്രോട്ടീനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഇതൊന്നും അല്ല. 4 ഓപ്ഷൻ: ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഇതൊന്നുമല്ല. ഉത്തരം നൈട്രജൻ. പ്രോട്ടീനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഘടകം അല്ലെങ്കിൽ മൂലകം നൈട്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതും നൈട്രജനാണ്. നേരത്തെ പറഞ്ഞു 78% അന്തരീക്ഷ വായുവിൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. ഇനി ഏറ്റവും കൂടുതൽ ദ്രവണാങ്കമുള്ള ലോഹം ഏത്? ഏറ്റവും കൂടുതൽ ദ്രവണാങ്കമുള്ള ലോഹം, ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം, ഖരണാങ്കം, തിളനില, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഖരണാങ്കം, ദ്രവണാങ്കം. ഒരു ദ്രാവകം അതിൻ്റെ ദ്രവാവസ്ഥ വിട്ട് ഖരാവസ്ഥയിലേക്ക് മാറുന്ന ഊഷ്മാവാണ് അതിൻ്റെ ഖരണാങ്കം. ഒരു ദ്രവവസ്തു അതിൻ്റെ ദ്രാവകാവസ്ഥ വിട്ട് ഖരാവസ്ഥയിലേക്ക് മാറുന്ന ഊഷ്മാവിനെയാണ് അതിൻ്റെ ഖരണാങ്കം എന്ന് പറയുന്നത്. അതുപോലെ ദ്രവണാങ്കം, ഒരു ഖരവസ്തു അതിൻ്റെ ദ്രവാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന ഊഷ്മാവിനെയാണ് അതിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദ്രവണാങ്കമുള്ള ലോകം ഏത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ദ്രവണാങ്കമുള്ള ലോകം ഏത്? ആ ഓപ്ഷനിലുള്ളത് മാത്രമേ പറയാവൂ. അതാണ് ഓപ്ഷൻ. ഇതാണ്: ടങ്സ്റ്റൺ, ഇരുമ്പ്, മെർക്കുറി, മോളിബ്ഡിനം. ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഊഷ്മാവിൽ മാത്രം ദ്രാവകാവസ്ഥ പ്രാപിക്കുന്ന ഒരു മൂലകം. ടങ്സ്റ്റൺ, മറ്റൊന്ന് ഇരുമ്പ്, മെർക്കുറി, മോളിബ്ഡിനം. ഇതിൽ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കം ഉള്ളത് ടങ്സ്റ്റണാണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ളത് ടങ്സ്റ്റൺ എന്ന ലോകത്തിനാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ദ്രവണാങ്കമുള്ളത്. അതുകൊണ്ട് സാധാരണ വൈദ്യുത ബൾബുകളുടെ ഫിലമെൻറ്റുകൾ ടങ്സ്റ്റൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. വൈദ്യുത ബൾബുകളുടെ ഫിലമെൻറ്റ് ഉപയോഗിക്കുന്ന വൈദ്യുതലാമ്പുകൾ, അതാണ്. അപ്പോൾ അതിന് ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ എന്ന് വിളിക്കും. വൈദ്യുത ബൾബുകളിലെ ഫിലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോകമാണ് ടങ്സ്റ്റൺ. ഇതിന് കാരണം ഇതിന് ഉയർന്ന പ്രതിരോധമുണ്ടായിരിക്കും, മാത്രമല്ല ഉയർന്ന ദ്രവണാങ്കവും ഉണ്ടായിരിക്കും. അപ്പോൾ ടങ്സ്റ്റണിൻ്റെ പ്രത്യേകത ഉയർന്ന ദ്രവണാങ്കവും ഉയർന്ന പ്രതിരോധവും ഉള്ള ഒരു ലോകമാണ് ടങ്സ്റ്റൺ. അതുകൊണ്ട് ഫിലമെൻ്റ് നിർമ്മിക്കാൻ ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബുകൾ കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച വൈദ്യുത ബൾബിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫിലമെൻറ്റ് കാർബൺ ആയിരുന്നു. പഴയ വൈദ്യുത ബൾബുകളിൽ കാർബൺ ഫിലമെൻറ്റുകൾ. പഴയ വൈദ്യുത ബൾബുകളിൽ ഫിലമെൻറ്റുകളെല്ലാം കാർബൺ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. പക്ഷേ ഇവയ്ക്ക് ദ്രവണാങ്കം വളരെ കുറവായിരുന്നത് കൊണ്ടും അതുപോലെ അവയുടെ പ്രതിരോധ നിരക്ക് വളരെ കുറവായിരുന്നത് കൊണ്ടും വളരെ പെട്ടെന്ന് ഇത് ഓക്സിഡൈസ് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓക്സീകരിച്ചു പോകും. അതുകൊണ്ട് പിൽക്കാലത്ത് ഈ കാർബൺ ഫിലമെൻറ്റുകൾ മാറ്റുകയും പകരം ടങ്സ്റ്റൺ ഫിലമെൻറ്റുകൾ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ ദ്രവണാങ്കമുള്ള ലോകം ടങ്സ്റ്റണാണ്. എന്നാൽ
ഏറ്റവും കൂടുതൽ ഭാരം ഉള്ള ഒരു ലോകം ഓസ്മിയം ആണ്. ഓസ്മിയം ഏറ്റവും ഭാരം കൂടിയ ലോകം. ഏറ്റവും ഭാരം കൂടിയ ലോകം ഓർമ്മയിരിക്കണം. ഭാരം കൂടിയ ലോകം ഓസ്മിയം. ഏറ്റവും ഭാരം കൂടിയ ലോകം ഓസ്മിയം. ഏറ്റവും ഭാരം കൂടിയ ലോകം ഓസ്മിയം.